ഞാൻ ആൽഫ. മനോരമ ഓൺലൈനിലെ ലിറ്റിൽ മാസ്റ്റർ ഷെഫ് എന്ന കോൺടെസ്റ്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനതിൽ സെലക്റ്റായി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാടമുട്ട ലോലിപോപ്പ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ പഠിക്കുന്ന അവിടുത്തെ നെല്ലിമൂട് എന്ന് പറഞ്ഞ സെൻറ്റ് ക്രിസോസ്റ്റം GSS നെല്ലിമൂട് കോൺവെൻറ്റിലാണ്. എനിക്ക് കുക്കിംഗ് ഒത്തിരി ഇഷ്ടമാണ്, അതിൻ്റെ പാഷനാണ്. അമ്മ കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടുള്ളത് കാടമുട്ടയാണ്. ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കടലമാവ്, ബ്രെഡ് പൊടി, കറിവേപ്പില. നമുക്കിനി ഈ കാടമുട്ടയെ പുഴുങ്ങിയെടുക്കാം. മുട്ട പൊട്ടാതെ നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. കാടമുട്ട പെട്ടെന്ന് കുക്കായി കിട്ടും, കുറച്ച് നേരം മതി. നമുക്കിനി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുട്ടയുടെ തോട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാമോ? 5 കോഴിമുട്ടയ്ക്ക് തുല്യമാണ് ഒരു കാടമുട്ട. ഇത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നമ്മുടെ ശരീരത്തിലെ നാഡീ ഞരമ്പുകൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. കുട്ടികൾക്കായാലും മുട്ട കഴിക്കാത്ത കുട്ടികൾക്കായാലും ഇത് ഏറെ ഇഷ്ടപ്പെടും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, മുട്ട നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. നമുക്കിനി ഈ തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ലോലിപോപ്പിന് ആവശ്യമായിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. ആദ്യം നമുക്ക് കടലമാവ് ആവശ്യത്തിന് എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ 10-15 മുട്ട ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ബൗള് നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് എടുക്കണം. നമുക്കിനി ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നമുക്കിനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അധികം ലൂസാക്കാതെ ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കാം. എൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ കൈ കൊണ്ടാണ് ഇളക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെള്ളം കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ പൊളിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. കുഞ്ഞു മുട്ട കാണാൻ നല്ല രസമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ വിട്ടൊക്കെ 4 മണിക്കൊക്കെ ഞാൻ വരുമ്പോൾ അമ്മ എനിക്കിത് ഉണ്ടാക്കി തരാറുണ്ട്. ഇത് കണ്ടോ, ഞാൻ മുട്ട തോടെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ടഫാണെങ്കിലും കൊതുകൊണ്ട് ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മസാല കൂട്ടിലിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഞാനുള്ള ഇതിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ആക്കി എടുക്കാം. നമ്മളത് മിക്സ് ആക്കുമ്പോൾ മുട്ട പൊടിഞ്ഞു പോകാതെ നോക്കണേ. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാം. എണ്ണ ഇതിൽ വറുത്തെടുക്കാൻ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണയാണ്. ഇതിന് ബെസ്റ്റ്. നമുക്കിനി ഇതിന് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ നിങ്ങൾ എടുക്കുന്ന കാടമുട്ടയ്ക്കനുസരിച്ച് വെളിച്ചെണ്ണ എടുക്കാം. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ എണ്ണ ചൂടാകുന്നത് അറിയാനും, മറ്റൊന്ന് ഇതിൻ്റെ ഫ്ലേവർ ഇതിൽ കിട്ടാനും. ഇതിൻ്റെ ഫ്ലേവർ കിട്ടുമ്പോൾ കാടമുട്ട ലോലിപോപ്പിന് നല്ല ടേസ്റ്റ് കൂടും. നമുക്ക് ഈ കാടമുട്ട ഇനി പൊടിച്ചു വെച്ച ബ്രെഡ് പൊടിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനെ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം.
നമുക്കിതുപോലെ എല്ലാ കാടമുട്ടയും ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഈ ബ്രൗൺ കളർ ആയതെല്ലാം പാകമായതാണേ. നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ഞാനെല്ലാം വയ്ക്കുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്താണ്. അതെന്തിനാണെന്നറിയോ? ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണയെല്ലാം ഈ ടിഷ്യൂ പേപ്പറിലോട്ട് പറ്റി പിടിക്കുകയും ഇത് വറ്റിപ്പോവും. അപ്പോൾ അധികം എണ്ണമയം കാണത്തില്ല, നമുക്കും ഹെൽത്തിയാണ്. ഞാനങ്ങനെ എല്ലാം നല്ല ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ലോലിപോപ്പ് ആണല്ലോ പറഞ്ഞേ, ഇനി നമുക്കിന്നെ ലോലിപോപ്പ് രീതിയിലോട്ടാക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഒന്ന് കുത്തി ഇതിൽ മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ഇനി മാറ്റി വയ്ക്കുമ്പോൾ ടിഷ്യൂ എടുക്കുന്നില്ല, കാരണം ഈ ടിഷ്യൂ നമ്മൾ നേരത്തെ ടിഷ്യൂ എടുത്തല്ലോ, ഇതിൽ പറ്റി പിടിച്ചിരുന്ന എല്ലാ ഓയിലും ഈ ടിഷ്യൂവിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടിഷ്യൂ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാം ഞാൻ ലോലിപോപ്പ് രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികളായ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ സൈഡായിട്ട് എടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഇനി ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്നെടുത്ത് നമുക്കിനി സോസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളും വീട്ടിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. ഇത് ഞാൻ ഇതിന് മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേട്ടനും പപ്പയ്ക്കും ഇത് ഒത്തിരി ഇഷ്ടമായി. നിങ്ങളും ട്രൈ ചെയ്യണേ. അപ്പോൾ ബൈ.